ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. ഡിജിറ്റൽ തെളിവുകളും ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ പകർപ്പുമടക്കമുള്ള നിർണായക തെളിവുകൾ നിരത്തിയായിരുന്നു കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം പ്രതിരോധിച്ചത്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. പ്രോസിക്യൂഷൻ വാദങ്ങൾ പരിഗണിച്ചാണ് ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നിഷേധിച്ചത്. ഹണി റോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം. താൻ പൊതുവേദിയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച വാക്കുകൾ ഹണി റോസ് തെറ്റിദ്ധരിച്ചതാണ്. തെളിവായി ആലക്കോട്ടെ പരിപാടിയുടെ ദൃശ്യങ്ങൾ നൽകാം എന്ന് പ്രതിഭാഗം 2 തവണ വാദിച്ചു. എന്നാൽ വീഡിയോ കാണേണ്ടതില്ല എന്ന് മജിസ്ട്രേറ്റ് തീരുമാനിക്കുകയായിരുന്നു. ഹണി റോസിന്റെ സമ്മതത്തോടെയാണ് ശരീരത്തിൽ സ്പർശിച്ചത്. പരിപാടി കഴിഞ്ഞപ്പോൾ നടി തന്നെ അഭിനന്ദിച്ചുവെന്നും കോടതിയിൽ പ്രതിഭാഗം പറഞ്ഞു. നടി തന്നെ അവരുടെ ഫേസ്ബുക്കിൽ തന്നോടൊപ്പമുള്ള ഉദ്ഘാടന ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലിങ്കും കോടതിയിൽ ഹാജരാക്കി. നടിയുടെ പരാതിയിൽ ദുരുദ്ദേശമുണ്ടെന്ന വാദമായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ഒരു സ്ത്രീക്കെതിരെ പൊതുവേദിയിൽ അശ്ലീല പരാമർശം നടത്തിയെന്നും അവരുടെ ജോലിയെപ്പോലും അപമാനിച്ചെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനലിലും ബോബി അശ്ലീല ചൊവ്വയോടെ നടിക്കെതിരെ പരാമർശം നടത്തി. ആലക്കോട്ടെ സംഭവത്തിൽ അന്ന് തന്നെ നടി അതൃപ്തി അറിയിച്ചതാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കോടതിക്ക് തോന്നി പ്രിമാ ഫേസി കേസ് നിൽക്കുന്നതായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയെ റിമാൻഡ് ചെയ്തു. നമ്മൾ ഹാജരാക്കിയ തെളിവുകളൊക്കെ അംഗീകരിച്ചു. പ്രഥമ ദൃഷ്ട്യാ ബോബി കുറ്റം ചെയ്തെന്ന് വ്യക്തമായതായി കോടതി വിധി പ്രസ്താവനയിൽ പറഞ്ഞു. ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ ബോബി നടത്തിയിട്ടുണ്ട്. സമ്മതമില്ലാതെ കടന്നുപിടിക്കുകയും ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതായി പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാകുന്നുണ്ട്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തെളിവുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും കോടതി അറിയിച്ചു. ഇതോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. അമൃത ന്യൂസ്, കൊച്ചി.